പക്ഷെ മോഡൽ എക്സാം നമ്മളൊരു വലിയ സെറ്റ് ഒരു ബ്ലോക്ക് മുഴുവൻ അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ. അപ്പോൾ ആ റാങ്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഡൗൺ ആവും. പക്ഷെ അവിടെ നമ്മൾ ഡൗൺ ആവരുത്. അവിടെ നമ്മൾ ഡൗൺ ആയാൽ നമ്മൾ പിന്നെ നമുക്ക് മുന്നോട്ട് വരാം. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പോകും. ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കും. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ റിപ്പീറ്റഡ്ലി മിസ്റ്റേക്ക് വരുത്തുന്നത് ഞാൻ ഒഴിവാക്കി. അതിന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ നീറ്റിൽ വരുത്തിയ ഒട്ടുമിക്ക മിസ്റ്റേക്സും ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് ഈ നീറ്റിന്. പക്ഷേ ആ മിസ്റ്റേക്സ് ഒന്നും ഞാൻ ബ്രില്യൻ്റ് വരുത്തിയ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പോകും. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. നമുക്ക് റിവൈസ് ചെയ്യേണ്ട പോർഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ടാവും. സാറുമാരുടെ ലൈവ് സെഷൻ ഉണ്ടാവും. അവസാനമൊക്കെ ആകുമ്പോൾ റിവിഷൻ 1 ടൈം വാച്ച് അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. അതിൽ നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളും കുറച്ചുകൂടെ എഫേർട്ട് ഇടാൻ പഠിച്ചത് ബ്രില്യൻ്റ്. ഇരുന്ന് പഠിക്കാൻ പഠിച്ചത്. ഞാൻ ബ്രില്യൻ്റ് വരുന്നതിന് മുമ്പ് ഞാൻ 1 അരമണിക്കൂർ പോലും അടുപ്പിച്ചിരുന്ന് പഠിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ ബ്രില്യൻ്റ് വന്നിട്ട് എനിക്ക് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നത് അത് ബ്രില്യൻ്റാണ്. അത് ഇവിടെ വന്നിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്ത എക്സാമിന് ഇന്ന് ഞാൻ കറക്ഷൻ ചെയ്തിട്ട് ഉറങ്ങും. ആ ഒരു മെൻറ്റാലിറ്റി വേണം. കാരണം നമ്മൾ വിചാരിക്കും നാളത്തേക്ക് വെക്കാം, നാളെ എക്സാം ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇന്നത്തെ എക്സാം ഇന്ന് അങ്ങനെ ഇപ്പം ഈ വർഷം നീറ്റ് ഞങ്ങൾക്ക് ചോദിച്ചൊരു സംഭവമാണ് ഫിഗ് നോൺ വെജിറ്റേറിയൻ ഫ്രൂട്ടാണോ എന്നുള്ളത്. ഫിഗ് എന്ന് പറഞ്ഞൊരു ഈ വാസ്പൈൻ്റെ ഉള്ളിലിരിക്കുന്നുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാലേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് വായിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോ മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ശരിക്കും അങ്ങനെയാണ് ഓരോ ഹിഡൻ സാധനങ്ങൾ പഠിച്ചത്. ഹായ് ഓൾ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നീറ്റ് 2025 നല്ലൊരു സ്കോർ കരസ്ഥമാക്കി ആഗ്രഹിച്ചതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് അഡ്മിഷൻ നേടിയ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. അത് നീറ്റ് കാലഘട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു MBBS കാലഘട്ടത്തെക്കുറിച്ചും. അപ്പോൾ നമുക്ക് ആദ്യം വിദ്യാർത്ഥിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. മോളുടെ പേര്, നാട്, വീട്ടിലാരൊക്കെയുണ്ട് എല്ലാം പറയാം. എൻ്റെ പേര് ദേവപ്രിയ സിന്ധു. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നാണ്. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്. ഓക്കെ. അപ്പോൾ മോളുടെ ഈ ഒരു ഡോക്ടർ ആവണമെന്നുള്ളൊരു സ്വപ്നം ഇപ്പോൾ വൈക്കോട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ റെസിഡൻഷ്യൽ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത ആളാണ്. അപ്പം ഒരു 3 ഇയേഴ്സോളം നമ്മൾ ആഗ്രഹിച്ച് എന്തിൻ്റെ പുറകെയാണോ നിന്നത് അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും മോള് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്വപ്നത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഒരു 5 വർഷം കൂടി അതിനുശേഷം ഡോക്ടർ ആവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോളെ ഈ ഒരു സ്വപ്നം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നൊരു സമയമുണ്ട്. എല്ലാവർക്കും അവരുടെ ഒരു ഇതാണ് എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇവിടേക്കാണ് എനിക്ക് എത്തിച്ചേരേണ്ടതെന്ന് തോന്നുന്നൊരു നിമിഷമുണ്ട് എല്ലാവരുടെയും ലൈഫിൽ. മോൾക്ക് എപ്പോഴാണ് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം തോന്നിയത്? ഡോക്ടറാണെന്നുള്ള ആഗ്രഹം എല്ലാവരും പറയുന്നത് പേരൻസിന് ഒരു ആഗ്രഹം കാണുമല്ലോ. നമുക്ക് പല കരിയർ ചോയ്സസിനെ കുറിച്ച് പറഞ്ഞു തരുമ്പം അങ്ങനെ എനിക്ക് ഡോക്ടർ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ എനിക്ക് കസിൻസ് ഉണ്ട് ഡോക്ടേഴ്സായിട്ട്. അപ്പോൾ അവരുടെ ലൈഫൊക്കെ കണ്ടു വന്നപ്പോഴും ഓക്കെ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, കെയർ ചെയ്യുക. അപ്പോൾ അതിന് പറ്റിയൊരു പ്രൊഫഷനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനൊരു 7th പഠിക്കുമ്പം ഡൽഹി വരെ പോയായിരുന്നു. അപ്പം ആദ്യമായിട്ട് എയിംസ് ഡൽഹിയുടെ ക്യാമ്പസ് കണ്ടു. എയിംസ് ഡൽഹിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മെഡിക്കൽ കോളേജ്. അതെൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്തൊരു എക്സ്പെക്റ്റേഷൻ, ഒരു സാധനം. ഇത് എനിക്കിത് അച്ചീവ് ചെയ്യണം, ഒരു ഡോക്ടർ എനിക്കാവണം. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അന്ന് 7th പിന്നെ ഒരു 9th ഒക്കെ ആയപ്പോഴാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് അറിഞ്ഞതും എക്സാം എഴുതണം അങ്ങനെയൊക്കെ ആയി. പിന്നെ ഒരു ഫ്ലോയിലേക്ക് പോകും. അപ്പോൾ എയിംസ് ഡൽഹിയാണ് മോൾ ആദ്യമായിട്ട് കണ്ട ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ എയിംസ് ഡൽഹി പഠിക്കണം എന്നൊക്കെ അന്ന് തന്നെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും അല്ലേ? എല്ലാ മെഡിക്കൽ ആസ്പിരൻറ്റിൻ്റെയും എല്ലാ മെഡിക്കൽ ആസ്പിരൻ്റെയും സ്വപ്നമാണ് എയിംസ് ഡൽഹിയിൽ പഠിക്കുക എന്നുള്ളത്. പക്ഷേ മോളിതേ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നീറ്റ് 2025 ഇത്ര കഠിനമായിരുന്നു. നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻസ് കിട്ടിയിരിക്കുന്നത്. യെസ്, പിന്നെ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയെന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മോള് വളരെ താങ്ക്ഫുള്ളാണ് മോളുടെ സപ്പോർട്ട് ചെയ്ത പേരൻസിനോട്. അതുപോലെ തന്നെ മോൾക്കറിയാം മോള് ഈ ഒരു വർഷക്കാലം റിപ്പീറ്റ് ചെയ്തത് ബ്രില്യൻറ്റിലാണ്. ബ്രില്യൻറ്റിൽ എവിടെയാണ് മോൾ റിപ്പീറ്റ് ചെയ്തത്? ബ്രില്യൻറ്റിൽ A ബ്ലോക്കിൽ Q40 റിപ്പീറ്റ് ചെയ്തത്. എൻ്റെ ക്ലാസ് ടീച്ചർ സംഗീത മാമായിരുന്നു. യെസ്, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റ് പാലാ ക്യാമ്പസിൽ വന്ന് പഠിച്ചു, നല്ലൊരു സ്കോർ കരസ്ഥമാക്കി. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ബ്രില്യൻറ്റിൽ പഠിക്കുന്ന 10,000-കണക്കിലധികം വിദ്യാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ 2026 നീറ്റ് തന്നെയാണ് ലക്ഷ്യവും. അപ്പോൾ അവർ കടന്നു പോകുന്നൊരു സ്റ്റേജുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് മോളുടെ ഒരു ലൈഫോടെ പറയാം. നമ്മൾ നീറ്റ് ഫോക്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ പ്രശ്നമാണ് ടെൻഷൻ. നമ്മൾ ആദ്യത്തെ ഒരു മോഡൽ എക്സാം ഉണ്ടാവും. ആദ്യത്തെ ചെറിയ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ആദ്യമായിട്ട് പഠിക്കല്ലേ, പ്രശ്നമില്ല എന്നൊക്കെ തോന്നും. ആദ്യം ഒരു മോഡൽ എക്സാം വരും. അതിൽ നമുക്ക് കാര്യമായി വീക്ക്ലി എക്സാംസ് മാനേജ് ചെയ്ത് പോവും സത്യം പറഞ്ഞാൽ. പക്ഷേ
മോഡൽ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. കാരണം റേഞ്ച് എവിടെയാണ്. കാരണം നമ്മൾ അപ്പം വീക്ക്ലി എക്സാം മത്സരിക്കുന്ന ഒരു 4 ബാച്ച് 5 ബാച്ചിൻ്റെ ഇടയ്ക്കൂടെ ആയിരിക്കും. പക്ഷെ മോഡൽ എക്സാം നമ്മളൊരു വലിയ സെറ്റ്, ഒരു ബ്ലോക്ക് മുഴുവൻ അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ. അപ്പോൾ ആ റാങ്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഡൗൺ ആവും. പക്ഷെ അവിടെ നമ്മൾ ഡൗൺ ആവരുത്. അവിടെ നമ്മൾ ഡൗൺ ആയാൽ നമ്മൾ പിന്നെ നമുക്ക് മുന്നോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഡൗൺ ആയാലും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ, ക്ലാസ് ടീച്ചേഴ്സിൻ്റെ, പേരൻസിനെ ഹെൽപ്പ് എടുത്ത് നമ്മൾ ഓക്കെ ആവണം. കാരണം നമ്മൾ റിയലൈസ് ചെയ്യണം, ഓണമായിട്ടേ ഉള്ളൂ, ക്രിസ്മസ് വരാനുണ്ട്, മോഡൽ വരാനുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ പതുക്കെ പതുക്കെ പഠിച്ച് കയറും. അപ്പോൾ അത് സ്ട്രെസ് മാനേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സ്ട്രെസ്സിൽ മുങ്ങിപ്പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മോളെ എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് മോളിപ്പോൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ബ്രില്യൻറ്റിൽ നമുക്ക് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, വാർഡന്മാരുണ്ട്, അതുപോലെ തന്നെ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മൾ ഓൾറെഡി സെറ്റാക്കി. ഇനി ഈ പഠിക്കുമ്പോഴുള്ളൊരു പ്രഷർ ഉണ്ടല്ലോ, നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ, കുറേ തെറ്റുകൾ വരുത്താറുണ്ട്. മോൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ റിപ്പീറ്റഡ്ലി മിസ്റ്റേക്സ് വരുത്തായിരുന്നു ഒരു കാലത്ത്. നമ്മളൊരു പ്രാവശ്യം ചെയ്ത തെറ്റ് തന്നെ ഞാൻ ഒരു തെറ്റ് തന്നെ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കായിരുന്നു. അത് ചെയ്യരുതെന്നുണ്ടെങ്കിലും ആവർത്തിക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് മിസ്റ്റേക്ക് ബുക്ക് എന്നുള്ള പരിപാടി ആരോ പറഞ്ഞു തന്നത്. ഏതോ ഒരു ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു തന്നു, മിസ്റ്റേക്ക് ബുക്ക് വെക്ക് ഓരോ എക്സാം. ഇപ്പോൾ എനിക്ക് എസ്പെഷ്യലി മോഡൽ എക്സാംസിന് എനിക്ക് കൃത്യമായിട്ട് ബുക്ക് ഉണ്ടായിരുന്നു. വീക്ക്ലി എക്സാമിന് എൻ്റെ തിരക്കുകൾ അനുസരിച്ചായിരുന്നു എഴുതി പോകുന്നത്. പക്ഷേ മോഡൽ എക്സാമിന് കറക്റ്റായിട്ട് എനിക്കൊരു 3 ബുക്ക് ഉണ്ടായിരുന്നു. 3 മിസ്റ്റേക്ക് ബുക്സ് ഉണ്ടായിരുന്നു. ഓരോ മോഡലിന് വീതം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ് ഞാൻ എഴുതി പോകുമായിരുന്നു. ആൻഡ് ഒരു പോയിന്റ് കഴിയുമ്പം നമുക്ക് ആഴ്ചയിൽ 3 മോഡൽ എക്സാം ഒക്കെ വരും, 2 മോഡൽ എക്സാം. അപ്പോൾ നമ്മൾ കുറച്ച് ഹെക്റ്റിക് ആകുമ്പോൾ നമുക്ക് പോർഷൻ പഠിച്ചിട്ട് പോകാനുള്ള സമയം കിട്ടില്ല. ആൻഡ് പഠിച്ചിട്ട് പോകുന്ന സമയം കിട്ടുന്നതിനേക്കാൾ ഉപരി എന്ത് പഠിക്കണം എന്നറിയാത്തൊരു, എന്താ എനിക്കറിയാത്തത് എന്നൊരു ഉറപ്പില്ലാത്തൊരു സമയം വരും. അപ്പം ഞാൻ ചില എക്സാമുകളൊക്കെ ഈ മിസ്റ്റേക്ക് ബുക്ക് മാത്രം നോക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. മിസ്റ്റേക്ക് ബുക്ക് നോക്കും, അതിൽ ഞാൻ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് വരുത്തിയെന്ന് പഠിക്കും, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പോകും, ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കും. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ റിപ്പീറ്റഡ്ലി മിസ്റ്റേക്ക് വരുത്തുന്നത് ഞാൻ ഒഴിവാക്കി. അതിന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ നീറ്റിൽ വരുത്തിയ ഒട്ടുമിക്ക മിസ്റ്റേക്സും ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് ഈ നീറ്റിന്. പക്ഷേ ആ മിസ്റ്റേക്സ് ഒന്നും ഞാൻ ബ്രില്യൻ്റ് വരുത്തിയ മിസ്റ്റേക്സ് അല്ലായിരുന്നു. അതെനിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ട് അത് ഈ മിസ്റ്റേക്ക് ബുക്ക് എന്നുള്ള സംഭവം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മിസ്റ്റേക്ക് ബുക്സ് മോളെ എങ്ങനെയാണ് സഹായിച്ചതെന്ന് മോള് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വലിയൊരു ഘടകമാണ്. നമ്മൾ ഇപ്പോൾ ഒരു +1 +2 ഉണ്ടായിരുന്നു മോളുടെ സ്കോർ? +1 എനിക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ വിദ്യാഭ്യാസ ചങ്ങനാശ്ശേരിയിലെ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു +1 +2 നമ്മൾ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനുശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ ലക്ഷ്യമായിട്ട് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ ഇതിന് പഠിക്കുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുന്നൊരു സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഇനി ഒരു 5 മാസം കൂടിയേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്ഥിരം പറയുന്ന കാര്യമാണ്, ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്വിക്ക് റിവിഷനൊക്കെ എങ്ങനെയായിരിക്കണം വിദ്യാർത്ഥികൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? ക്വിക്ക് റിവിഷൻ ഞാൻ കൂടുതലും ചെയ്തത് ബ്രില്യൻറ്റിന് തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാവും. റിവിഷൻ ഇൻ ദ സെൻസ് ഫുൾ ചാപ്റ്റർ ആദ്യം തൊട്ട് എടുത്തു തരുന്ന പരിപാടി ആയിരിക്കില്ല. ഒരു 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് അതൊരു സാറ് വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കും കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്താ കാര്യം. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടാൽ മതി, നമുക്ക് മനസ്സിലാവും. ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ എന്നെ സംബന്ധിച്ച് എസ്പെഷ്യലി ഫിസിക്സൊക്കെ ബെസ്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ഹീറ്റൊക്കെ വരുന്ന ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻസാണ്. ഞാനൊക്കെ ഫോളോ ചെയ്തൊരു സാധനം, ഒരു ഇക്വേഷൻ എടുത്ത് ഞാനങ്ങ് പഠിക്കും. എന്നിട്ട് ആ ഇക്വേഷൻ്റെ സംഖ്യയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ഇരുന്ന് ചെയ്യും. അപ്പോൾ അതിലൊരു 8 എണ്ണം തെറ്റും. എന്നിട്ട് ആ 8 എണ്ണത്തിന് എന്തുകൊണ്ട് ഞാൻ തെറ്റിയെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ തന്നെ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പോകും. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. നമുക്ക് റിവൈസ് ചെയ്യേണ്ട പോർഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ടാവും, സാറുമാരുടെ ലൈവ് സെഷൻ ഉണ്ടാവും. അവസാനമൊക്കെ ആകുമ്പോൾ റിവിഷൻ 1 ടൈം വാച്ച് അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. അതിരുന്ന് കാണാം. പിന്നെ ഇടയ്ക്ക് ചില ചാപ്റ്റേഴ്സിന് മൈറാണി മിസ് ഇട്ടിരുന്ന ഒരു ഫ്ലോ ചാർട്ടിൻ്റെ ഒരു PDF ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് ഇടയ്ക്ക് നോക്കും. നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി പോകുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ പഠിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം മോളെത്തിയിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ബ്രില്യൻറ്റിലെ ഒരു ലൈഫ് നമ്മൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ശീലിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെയും ഒക്കെ തുടരുന്നുണ്ടാവാം. അങ്ങനെ പറയാനാണെങ്കിൽ മോളുടെ ഒരു മനസ്സിൽ, അല്ലെങ്കിൽ മോൾ എപ്പോഴും തുടരുന്നു, അല്ലെങ്കിൽ താങ്ക്സ് ടു ബ്രില്യൻറ്റ് എന്ന് പറയാനുള്ള ഒരു ഹാബിറ്റ് അവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് എന്തായിരിക്കും? പഠിക്കുന്ന ഹാബിറ്റാണ് സത്യം പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല, ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാത്ത രീതിയിലാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു മാർക്ക് കിട്ടും, ഹാപ്പി ആയിട്ട് പോകും, അങ്ങനെ.
പക്ഷെ ബ്രില്യൻറ്റിൽ വന്നപ്പോഴാണ് ഇത്ര എഫേർട്ട് ഇട്ടാൽ പോരാ, നമ്മളിടുന്നതിന് അത്രയും തന്നെ എഫേർട്ട് ഇടുന്ന വേറെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളും കുറച്ചുകൂടെ എഫേർട്ട് ഇടാം. എഫേർട്ട് ഇടാൻ പഠിച്ചത് ബ്രില്യൻ്റ് എന്നാണ്, ഇരുന്ന് പഠിക്കാൻ പഠിച്ചത്. ഞാൻ ബ്രില്യൻ്റ് വരുന്നതിന് മുമ്പ് ഞാൻ 1.5 മണിക്കൂർ പോലും അടുപ്പിച്ചിരുന്ന് പഠിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ ബ്രില്യൻ്റ് വന്നിട്ട് എനിക്ക് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നത് അത് ബ്രില്യൻ്റ് ആണ്. അത് ഇവിടെ വന്നിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം പഠിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളിവിടെ ക്ലാസ്സിലേക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇയർ MBBS ഹാളിലേക്ക് കയറുന്നു. ലെക്ചർ ഹാളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ 90% ഓഫ് സ്റ്റുഡൻസും ഫ്രം ബ്രില്യൻ്റിൽ നിന്നാണ്. അവർക്ക് തന്നെ കണ്ടുപരിചിതമായ മുഖങ്ങൾ ഹോസ്റ്റലേഴ്സ്. മോളുടെ ഈ വർഷം എങ്ങനെയുണ്ട് മോളെ? ഈ വർഷം ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ക്ലാസ്സിലൊരു 10-15 പേരെ വിളിച്ചാൽ ബാക്കി എല്ലാവരുമായിട്ട് എനിക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അതായത് എല്ലാവരും ഫ്രം ബ്രില്യൻ്റ്. എല്ലാവരും ഫ്രം ബ്രില്യൻ്റ്. ലൈക്ക് എനിക്ക് നേരിട്ട് അറിയാവുന്നതായിരിക്കും, പക്ഷേ ഞാൻ കണ്ടുപരിചയമുള്ള മുഖങ്ങളാണ്. അപ്പം ഞാൻ എമറാൾഡ് ഹോസ്റ്റലിലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ക്ലാസ്സിലുള്ള പലരും പ്രൈഡിൽ ഉള്ള ബോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടുപരിചയമുണ്ട്, ബസ്സിൽ വരുന്ന ആൾക്കാരെ കണ്ടുപരിചയമുണ്ട്. ആൻഡ് ആരോട് സംസാരിച്ചാലും പറഞ്ഞു വരുമ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഒരു എല്ലാവരുമായിട്ടൊരു കണക്ഷൻ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു മറ്റൊരു ബ്രില്യൻ്റിൽ വന്ന പോലെയാണ് അല്ലെ, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നൊരു റിയാലിറ്റി കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബ്രില്യൻ്റിലേക്ക് വന്ന പോലെ. കോൺവെർസേഷൻ ടോപ്പിക്കുകളിൽ നമ്മുടെ ബ്രില്യൻറ്റും ജോർജ് സാറും ശ്രീജിത്ത് സാറും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ കോൺവെർസേഷൻ ടോപ്പിക്സാണ്. കാരണം നമ്മളെല്ലാവരും റിലേറ്റ് ചെയ്യുന്ന അതൊക്കെ ഏറ്റവും വലിയ മെയിൻ ഘടകം എന്ന് പറയുന്നത് ബ്രില്യൻ്റാണ്. യെസ് മോളെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബ്രില്യൻ്റിൽ നിന്ന് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. നിങ്ങളിവിടെ അതായത് നമ്മളൊരു എൻട്രൻസ് പീരീഡിൽ നമ്മൾ അനുഭവിക്കുന്നൊരു സ്ട്രെസ്സുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമാണ് ഒരു MBBS ലൈഫിലേക്ക് പ്രവേശിക്കുന്ന പറയുന്നത്. ഒരു ക്യാമ്പസ് ലൈഫൊക്കെ കിട്ടുക, കുറേ കൂട്ടുകാരെ. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോണൊക്കെ ഉപയോഗിക്കാൻ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഒരു തുറന്ന വാതിലാണ് നിങ്ങളുടെ മുമ്പിൽ. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആ ഒരു മോൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യങ്ങൾ പറയാം അബൌട്ട് കോളേജ് ലൈഫ്. ലൈക്ക് ഞാൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫ്രീഡം പറഞ്ഞ ആളാണ്. വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊരു പേരൻസിൻ്റെ ഇതിൽ നിൽക്കുന്നു. ഞാൻ റെസിഡൻഷ്യലിൽ ജോയിൻ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അതിനുശേഷം റിപ്പീറ്റിന് ജോയിൻ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രീഡമൊക്കെ ഉള്ള പോലെ തോന്നി. ഞങ്ങളുടെ ഓഡിയൻസൊക്കെ ഭയങ്കര നൈസായിരുന്നു. നമ്മൾ പറഞ്ഞാലത് ഇതാക്കും, പക്ഷേ സ്ട്രിക്റ്റാണ്, ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഫ്രീഡമായി. നമുക്ക് ഫ്രീഡത്തിൻ്റെ മാത്രമല്ല, സേഫ്റ്റി ഉള്ളതുകൊണ്ടാണ് ആ ഫ്രീഡം അവിടെ വരുന്നത്. ഞങ്ങൾക്ക് 9:30 ആണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിന് ഗേൾസിൻ്റെ കർഫ്യൂ. പക്ഷേ അത് കഴിഞ്ഞ് പുറത്ത് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ഇതാണ്. പക്ഷേ ആ 9:30 വരെ പുറത്ത് പോകാൻ പറ്റുന്നത് ഇവിടുത്തെ സേഫ്റ്റി കാരണമാണ്. ഇവിടെ എന്താ പറയുക, നമുക്ക് പുറത്ത് പോകാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അതിനാരും നമ്മളോടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവിടെ പോകുന്നത്, നിങ്ങൾക്ക് എന്തിനാണ് അവിടെ പോയിട്ട്, അതങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു, അതിന് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നു, എല്ലാം ഒരു ഇതിൽ നടന്നു പോകുന്നുണ്ട്. എല്ലാവരും രസകരമായിട്ട് പറയാറുള്ളൊരു കാര്യമാണ് ബ്രില്യൻറ്റിലെ റാങ്ക് ലിസ്റ്റാണ് കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ബ്രില്യൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നു എന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ MBBS സീറ്റ് ഈ വർഷം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മോളുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു? മോള് ബ്രില്യൻറ്റിൻ്റെ റാങ്കിൽ മോഡൽ എക്സാംസിലൊക്കെ എവിടെ വരെ പോയിട്ടുണ്ട്? മോഡൽ എക്സാമിൽ ഞാൻ എൻ്റെ ഹയസ്റ്റ് റാങ്ക് 5 ആയിരുന്നു ഒരു പ്രാവശ്യം ഒരു മോഡൽ എക്സാമിൽ. പക്ഷേ അതേ സമയം ഞാൻ 500-ലോട്ടും 1000-ലോട്ടും 2000-ലോട്ടും ഒക്കെ താന്നു പോയിട്ടുണ്ട്. സ്കോർ അത് ഒരു എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് ഈ 2000 റാങ്ക് വന്ന എക്സാമിലേക്ക് എനിക്ക് ചിലപ്പോൾ 600 മാർക്സാണ്. പക്ഷേ അത് എളുപ്പമായിരുന്ന എക്സാമായിരുന്നു. അപ്പം സ്കോറ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നീറ്റിൻ്റെ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം എഴുതുമ്പോൾ എനിക്ക് അത്യാവശ്യം സ്കോർ ഉണ്ടായിരുന്നു. നീറ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ ഞങ്ങൾക്ക് എക്സാം 1-2 എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. നല്ല നീറ്റിനേക്കാൾ ഡിഫിക്കൽട്ടായ ഈ വർഷത്തെ നീറ്റിനേക്കാൾ ഡിഫിക്കൽട്ടായ എക്സാംസ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം റാങ്ക് ഉണ്ടായിരുന്നു, ഈവൻ ദോ സ്കോറ് ഭയങ്കര മോശമായിരുന്നെങ്കിൽ. അപ്പോൾ സ്കോറും വിത്ത് റാങ്ക് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ റാങ്ക് എനിക്ക് ഭയങ്കര ഡിഫറൻസ്. ഇപ്പോൾ ഈ ആഴ്ച 5, 6, 7 ആണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് 300-400 ഒക്കെ ആവുമായിരുന്നു. പക്ഷേ ആ റാങ്ക് ഡിഫറൻസിന് നമ്മൾ പേടിക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു റാങ്ക് ഡിഫറൻസ് മോൾക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ ആ സമയത്ത് പാനിക്കാവും, ചില കുട്ടികൾ തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഒരു പക്ഷേ മികച്ചൊരു രീതിയിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ മോളുടെ ഒരു പെർസ്പെക്റ്റീവിൽ മോള് താഴെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് പറഞ്ഞു, മുകളിലേക്ക് കയറി വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് പറഞ്ഞു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നവരെ എത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ കയറി വരാൻ പറ്റും കുട്ടികൾക്ക്. യെസ്, അതെങ്ങനെ ചെയ്യണം? അത് നമ്മളെ മിസ്റ്റേക്സ് നമ്മൾ അനലൈസ് ചെയ്യുക, എവിടെയാണ് പോയതെന്ന് അനലൈസ് ചെയ്യുക. എസ്പെഷ്യലി ഞാനൊക്കെ ഒരു എക്സാം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാറ്റി വെക്കരുത്.
ഇന്ന് എഴുതിയ എക്സാമിന് ഇന്ന് ഞാൻ കറക്ഷൻ ചെയ്തിട്ട് ഉറങ്ങും. ആ ഒരു മെൻറ്റാലിറ്റി വേണം. കാരണം നമ്മൾ വിചാരിക്കും നാളത്തേക്ക് വെക്കാം, നാളെ എക്സാം ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ഈ നിൽക്കില്ല. ഇന്നത്തെ എക്സാം ഇന്ന് കറക്ഷൻ ചെയ്യുക. കറക്ഷൻ മാത്രം ചെയ്താൽ ഞാൻ ഒരുപാട് പ്രൊഫസർ ഹാളിൽ കയറി ഇറങ്ങിയ വ്യക്തിയാണ്. ഞാനും പ്രൊഫസേഴ്സും തമ്മിൽ ഭയങ്കര അടിപൊളി ബോണ്ടായിരുന്നു. ഞാൻ ഫുൾ ടൈം അവിടെ ആയിരുന്നു. അപ്പം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഓടിപ്പോയി ചോദിക്കും. എൻ്റെ കുറച്ച് കംഫർട്ട് ആയിട്ടുള്ള സാറുമാരും മാംസ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് പോവുക, എന്താ ഡൗട്ടെന്ന് ഒരു നാണല്ലാതെ ചോദിക്കുക. അവർ പറഞ്ഞു തരും. നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന മണ്ടത്തരാണ്, പക്ഷെ അവർ ഒരുപാട് മണ്ടത്തരം കേൾക്കുന്നതാണ്. അവർക്ക് ഇതൊന്നൊരു പുത്തരിയല്ല, അവർ നിന്ന് പറഞ്ഞു തരും. അത് കേൾക്കുക, അത് റിയലൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്ത് നോക്കി ആൻസർ കണ്ടെത്തുക. പിന്നെ ഈ വർഷത്തെ നീറ്റ് വെച്ച് എനിക്ക് മനസ്സിലായൊരു സംഭവം, ഔട്ട് ഓഫ് മൈ റേഞ്ച് ആണെന്ന് പറഞ്ഞ് വിട്ട് കളയാതിരിക്കും. അതായത് ഞങ്ങൾ 2024 നമ്മളെപ്പോഴും നമുക്ക് തൊട്ട് മുമ്പുള്ള നീറ്റിനെ വെച്ചാണല്ലോ പഠിക്കുന്നത്. 24 നീറ്റ് ഭയങ്കര സിമ്പിളായിരുന്നു ഇൻ ടേംസ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തിനാണ് എത്ര ഡിഫിക്കൽട്ട് ചെയ്യുന്നത്, സെൻറ്റ് ഗേജ് ലെവലിലൊക്കെ ഫിസിക്സ് ചെയ്യുന്നത് എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്തു പോവുക. ചില എക്സാം ഒക്കെ വരുമ്പോൾ ഞാൻ തന്നെ പലരും കൂടുതലുള്ള പിയേഴ്സ് തന്നെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ എക്സാം വിട്ടേക്ക്, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു, അത് കുഴപ്പമില്ല, അതൊന്നും നീറ്റിന് വെക്കില്ല. പക്ഷെ നീറ്റിന് വെച്ച് നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. എന്ത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് സോൾവ് ചെയ്യുക, കണ്ടുപിടിക്കുക. പക്ഷേ അങ്ങ് ചെയ്യുക, അഡ്വാൻസ് ലെവലിൽ കയറി പോകേണ്ട ആവശ്യമില്ല. ആ ഒരു റാപ്പോ കണ്ടുപിടിക്കാൻ നടക്കുക. അപ്പോൾ മോള് പറഞ്ഞു നമുക്കൊരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ വരാം. പക്ഷേ മോള് ഇപ്പോൾ തിരിച്ച് നോക്കുമ്പോൾ മോള് ഒരുപാട് താങ്ക്ഫുൾ അല്ല. കാരണം ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ആ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിൽ ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പം കേരളത്തിൽ നിന്ന് ഈ വർഷം MBBS അഡ്മിഷൻ നേടിയ 90% ഓഫ് സ്റ്റുഡൻസും ബ്രില്യൻറ്റിൽ നിന്നാണ്. അവർക്ക് എല്ലാവർക്കും ഈ ഒരു പരിശീലനം കിട്ടിയത് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമിലൂടെയാണ്. കാരണം ചില എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളുടെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെങ്കിലും കുട്ടികൾ പറയും, ഈ എക്സാം ഭയങ്കര ഈസിയായിരുന്നു, ഇത് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അങ്ങനെ ഈസി, മീഡിയം, ഹാർഡ് ഇങ്ങനെ തന്നെയാണ് ബ്രില്യൻറ്റ് നിങ്ങളെ പരിശീലിപ്പിച്ചത്. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സ്പെഷ്യലി ഒരു പേപ്പർ കണ്ടാൽ അത് ഈസി ആണോ, മോഡറേറ്റ് ആണോ, ഡിഫിക്കൽട്ട് ആണോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ടൈം മാനേജ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ചില എക്സാം എഴുതുമ്പം നമ്മൾ ആ പേപ്പർ ആദ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും. അപ്പം നമുക്ക് മനസ്സിലാവും ഇതിലേത് സബ്ജക്റ്റാണ് ഡിഫിക്കൽട്ട്. ചിലർക്കൊരു പാറ്റേൺ ഉണ്ടാവും, ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് ചെയ്യും, അങ്ങനെ ചിലരുണ്ടാവും. ഞാൻ ജനറലി പേപ്പർ നോക്കി ചെയ്യുന്ന ആളായിരുന്നു. അതായത് പേപ്പർ നോക്കിയിട്ട് എനിക്ക് ഫിസിക്സ് നല്ല ലെങ്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാനത് കുറച്ച് മാറ്റി വെക്കും. ബയോളജി കുറച്ച് എളുപ്പമായിട്ട് തോന്നുകയാണെങ്കിൽ ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ പേപ്പർ നോക്കി ജഡ്ജ് ചെയ്യാൻ പറ്റണം, എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം. ഇപ്പോൾ ചിലപ്പം ഫിസിക്സ് വെച്ച് തുടങ്ങുന്ന ആൾക്കാരായിരിക്കും, ഫിസിക്സ് ചിലപ്പോൾ ഭയങ്കര ലെങ്തി ആയിരിക്കും, അതിൻ്റെ പുറകെ നമ്മൾ നിന്നാൽ നമ്മുടെ ടൈം മറ്റടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ആ ടൈം മാനേജ്മെൻറ്റ് ശരിക്കും ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എഴുതി തന്നെ കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം പഠിച്ചാലും ക്വസ്റ്റ്യൻസ് ചെയ്ത് ടൈം വെച്ച് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റം കിട്ടില്ല. എങ്ങനെയാണ് എവിടെ വെച്ച് എന്ത് നിർത്തണം, എവിടെ അത് സ്റ്റാർട്ട് ചെയ്യണം, സ്മാർട്ട് വർക്ക്. അപ്പോൾ ഇപ്പോൾ മോള് നന്നായിട്ട് പഠിച്ചു, ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ നേടി നല്ല മിടുക്കിയായിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇനി വരാനിരിക്കുന്ന വർഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളാണ് വളരെ ഇൻസ്പയറിംഗ് ആവുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസം, അതായത് അവരുടെ മുമ്പിൽ ഇനിയുള്ളത് 5 മാസമാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാസമുണ്ട്. അപ്പോൾ ഈ ഒരു 5 മാസ സമയം കൊണ്ട് വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കണം, 5 മാസ സമയം അവരെങ്ങനെ വിനിയോഗിക്കണം, 5 മാസം ഉണ്ടല്ലോ എന്നോർത്ത് സമയം കളയാൻ, അങ്ങനെ അതൊക്കെ ഒന്നും ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ അല്ല. 5 മാസം ഉണ്ടല്ലോ, അല്ല അത്ര ലാഘവത്തോട് കാണാൻ പറ്റിയൊരു സംഭവമല്ല. അപ്പം എങ്ങനെ ആയിരിക്കണം ഇനി അങ്ങോട്ടുള്ള ദിവസം ഷാർപ്പായിട്ട് പഠിക്കേണ്ടത്? ഇനിയും 5 മാസം സമയമുണ്ട്. അപ്പം 5 മാസം സമയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. 5 മാസം, ആദ്യത്തെ ഒരു 3 മാസം വളരെ സ്ലോ ആയിട്ടും അടുത്തൊരു 2 മാസം അൾട്രാ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പം നമ്മളത് ഇപ്പോഴേ മനസ്സിൽ കാണണം. 5 മാസമുണ്ട്, 5 മാസത്തിൽ പോർഷൻസ് ഡിവൈഡ് ചെയ്യല്ല, ഒരു 3 മാസം കൊണ്ട് ഞാൻ എങ്ങനെ കവർ ചെയ്യും, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്ന് ആലോചിക്കുക. പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് പറയുമ്പം നമ്മൾ പഠിച്ച് മാത്രം പോയിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ ചെയ്ത് പോകണം. ക്വസ്റ്റ്യൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് ഈവൻ ബയോളജി ആയപ്പോലും ഒരുപാട് പേര് ഞാൻ NCERT മാത്രം വായിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യരുത്, ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ ബയോളജിയും പോകണം. ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു പേജ് നമ്മൾ വായിക്കുമ്പം ഓരോ ലൈനിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കണം. അതുപോലെ എന്താ പറയുക, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പോൾ 5 months ഒക്കെ ടൈം ഉള്ളപ്പോൾ നമുക്ക് അതിനുള്ള സമയമുണ്ട്. അവസാനമാകുമ്പോൾ നമുക്ക് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എനിക്കതിന് ഭയങ്കര ബയോളജിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻറ്റ് ഗേജിൻ്റെ ബുക്സ് ഉണ്ട്. സെൻറ്റ് ഗേജിൻ്റെ ബുക്സിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു പേജിൽ നിന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. ഈവൻ ഡയഗ്രാമുകളുടെ അടിയിൽ എഴുതിയ കാര്യത്തിൽ നിന്ന് വരെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിടും. അത് ഭയങ്കര നല്ലപോലെ നമുക്ക് ഹെൽപ്ഫുൾ ആവും.
അതുപോലെ നമ്മുടെ മോഡൽ എക്സാമിലും ചില ബയോളജി ചാപ്റ്റേഴ്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എക്സാം ഇടും. ഭയങ്കര സ്പെസിഫിക് ആയിട്ട്, അത്രയും സ്പെസിഫിക് ആയിട്ടും ചിലപ്പോൾ ചോദിക്കുമോ എന്ന് നമുക്ക് ഡൗട്ടാവും. പക്ഷെ അങ്ങനെ പഠിച്ചാലേ നമുക്കത് അത്ര തറവായിട്ട് കിട്ടുള്ളൂ. പിന്നെ ലേൺ ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. പല കാര്യങ്ങളും ഭയങ്കര വേഗമായിട്ട് പറഞ്ഞു പോകും. നമ്മുടെ ഡ്യൂട്ടിയാണ് അത് കണ്ടുപിടിച്ചെടുക്കാൻ. അത് പല പ്രാവശ്യം നീറ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായൊരു സംഭവമാണ്. ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ആ ഒരു വാക്ക് അവിടെ ഇട്ട് കൊടുത്താൽ ആ വാക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കണ്ടുപിടിക്കേണ്ട നമ്മുടെ ഇതാണ്, അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഇപ്പം ഈ വർഷം നീറ്റിൽ ഞങ്ങൾക്ക് ചോദിച്ചൊരു സംഭവമാണ് ഫിഗ് നോൺ വെജിറ്റേറിയൻ ഫ്രൂട്ടാണോ എന്നുള്ളത്. ഫിഗ് എന്ന് പറഞ്ഞൊരു ഈ വാസ്പൈൻ്റെ ഉള്ളിലിരിക്കുന്നുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാലേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെന്താ, ടെക്സ്റ്റ് ഫുള്ള് വായിക്കുക. ഫുള്ളെന്ന് പറയുമ്പം അവിടുത്തെ ഓരോ ഗ്രേറ്റ് സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടൊരു പേജ് ഉണ്ടാവും എൻസിഇആർടിയിൽ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, അത് വായിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓരോ മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ശരിക്കും അങ്ങനെയാണ് ഓരോ ഹിഡൻ സാധനങ്ങൾ പഠിച്ചത്. ഓരോ മോഡൽ എക്സാമിനും അതറിഞ്ഞിട്ടാണ് പ്രൊഫസേഴ്സ് ക്വസ്റ്റ്യൻ ഇടുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് കുറയുമ്പോൾ അങ്ങനെ വിഷമിക്കുകയും ചെയ്തത്. നമ്മളൊരു പുതിയ കാര്യം പഠിച്ചു, ഇത് നീറ്റിൻ്റെ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഇത് നീറ്റല്ല, ഇത് നിൻ്റെ നീറ്റിൻ്റെ മാർക്കല്ല, ഡെസ്പാവരുത്, ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർക്കാണ്. നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യണം. മാർക്കായാലും റാങ്കായാലും ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ എപ്പോഴും റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു 10 റാങ്ക് എനിക്ക് കൂടണം, ഒരു 20 റാങ്ക് എനിക്ക് കൂടണം. ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളിങ്ങനെ പോയാൽ നമ്മളവിടെ എത്തും. പിന്നെ ബ്രില്യൻ്റ് മോഡലത്തെ ജോർജ് സാറ് പറയുന്നത് ഭയങ്കര കറക്റ്റാണ്. നമ്മൾ ബ്രില്യൻ്റ് മോഡൽ കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ 100 മാർക്ക് വരെ കൂടുതൽ കിട്ടും നീറ്റിന്. അത് ഈ വർഷത്തെ നീറ്റിന് ആപ്ലിക്കബിൾ അല്ല, പക്ഷേ ജനറലി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് വെച്ച് പഠിക്കുക, ഒരു വിശ്വാസം വെച്ച് പഠിക്കുക, എത്താൻ ഉള്ളിടത്ത് എന്തായാലും എത്തും. 2026 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ നമ്മളോട് ഈ വിദ്യാർത്ഥി പങ്കുവയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മാർക്കിനല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്, റാങ്കിനാണെന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു നല്ലൊരു വേരിയേഷൻ റാങ്കിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമിൽ 6ാം സ്ഥാനം 5ാം സ്ഥാനം എത്രയായിരുന്നു മോളെ? യെസ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. അതായത് അടുത്ത ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 20 റാങ്കിന് മുന്നിൽ വരിക, അത് 100 ആവുക, 200 ആവുക, അങ്ങനെ കയറി മുന്നിൽ വന്ന ഒരാളാണ് നമ്മോടൊപ്പം ഇന്നിരുന്നത്. നിങ്ങളോടെല്ലാം 2025 നീറ്റിനെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ വരുന്ന വർഷം നിങ്ങൾക്കും രാജ്യത്തെ ഏതെങ്കിലും നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ നമ്മളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ദേവപ്രിയ സിന്ധു നമ്മളോട് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഡോക്ടർ ദേവപ്രിയ എന്നറിയപ്പെടാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അന്നും നമ്മളോട് പറയാനുണ്ടാവും, ഒരു ഡോക്ടർ ലൈഫ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ലൈഫാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് കോൺഫിഡൻസോടുകൂടി തന്നെ പഠിക്കാൻ നീറ്റ് 2026 ഉയർന്ന വിജയം കരസ്ഥമാക്കാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.